പ്രിയമുള്ളവരെ, ദേശീയ മുസ്ലിം അബ്ദുള്ളക്കുട്ടി ക്ലീൻ ബൗൾഡ് എന്ന വാർത്തയാണ് മാധ്യമങ്ങളൊക്കെയും സംപ്രേഷണം ചെയ്യുന്നത്. അതായത് BJPയുടെ പുതിയ അഖിലേന്ത്യാ ഭാരവാഹി ലിസ്റ്റ് വരുമ്പോൾ അബ്ദുള്ളക്കുട്ടി ഔട്ട്, അബ്ദുള്ളക്കുട്ടി ലിസ്റ്റിലില്ല. ഇപ്പോൾ മലമറിച്ച് കളയുമെന്ന് സംഘികളൊക്കെ വിശ്വസിപ്പിച്ചിട്ടാണ് സത്യത്തിൽ അബ്ദുള്ളക്കുട്ടി BJPയിൽ ചേർന്നത്. CPMനും കോൺഗ്രസിനും വേണ്ടാതെ വലിച്ചെറിഞ്ഞ അവസരത്തിലാണ് അബ്ദുള്ളക്കുട്ടിയെ വലിയ വില കൊടുത്ത് ഈ BJP എടുക്കുന്നത്. സത്യത്തിൽ അബ്ദുള്ളക്കുട്ടി തന്നെ ഞെട്ടിയിട്ടുണ്ടാകും ഒരു വേള, തനിക്ക് ഇത്രത്തോളം വിലയുണ്ടാവുമെന്ന്. കാരണം സരിതയുടെ ആരോപണവും DYFIക്കാരുടെ തല്ലുമൊക്കെ കിട്ടി രാഷ്ട്രീയമായി ആകെ പൊളിഞ്ഞ് ഇളിഭ്യനായി ചമ്മി നിൽക്കുമ്പോഴാണ് അബ്ദുള്ളക്കുട്ടിയെ BJP പൊക്കിക്കൊണ്ടുപോകുന്നത്. നമ്മൾ ഇന്ദുലേഖ നോവലൊക്കെ വായിക്കുന്നത് പോലെ ഇന്ദുലേഖയെ കെട്ടാമെന്ന സൂര്യ നമ്പൂതിരിപ്പാട് ഒടുവിൽ ജോലിക്കാരെ കെട്ടിക്കൊണ്ടുപോകുന്ന പോലെയായിരുന്നു BJPയുടെ അവസ്ഥ. കാരണം BJP വിചാരിച്ചത് അബ്ദുള്ളക്കുട്ടി എന്തോ പുലിയാണ്, വടക്കൻ മലബാറിലൊക്കെ അബ്ദുള്ളക്കുട്ടി ഉണ്ടെങ്കിൽ മുസ്ലിം വോട്ടുകളൊക്കെ BJPയിലേക്ക് ഒഴുകുമെന്നായിരുന്നു. പക്ഷേ അബ്ദുള്ളക്കുട്ടിക്ക് ഒരു ചലനം ഉണ്ടാക്കുവാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. അബ്ദുള്ളക്കുട്ടി ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ, മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 2021 ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുമ്പോൾ വെറും 62,935 വോട്ടാണ് നേടാൻ കഴിഞ്ഞത്. 2019, അതായത് അബ്ദുള്ളക്കുട്ടി മത്സരിക്കുന്ന ഇലക്ഷന് മുമ്പ് 82,332 വോട്ട് BJP നേടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2024 85,361 വോട്ടുകളും BJP നേടി. അതായത് അബ്ദുള്ളക്കുട്ടി മത്സരിച്ച സമയത്ത് BJP വോട്ട് കുറയുന്നു മലപ്പുറത്ത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നീട് BJPക്ക് മനസ്സിലായി അബ്ദുള്ളക്കുട്ടിക്ക് രാമായണ മാപ്പിളപ്പാട്ടാക്കി പാടുവാൻ മാത്രമേ കഴിയൂ, തങ്ങൾക്ക് യാതൊരു ലാഭവും ഈ അബ്ദുള്ളക്കുട്ടിയെ കൊണ്ടുണ്ടാകില്ല. എന്നെങ്കിലും കുറേ നാൾ BJP അബ്ദുള്ളക്കുട്ടിയെ കൊണ്ട് നടന്നു. ഈ ആരിഫ് ഹുസൈനെയും ജാമിദയെയും ഒക്കെ കൊണ്ട് നടക്കുന്നത് പോലെ ആ പേരിലൊരു പ്രത്യേകതയുണ്ടല്ലോ, അബ്ദുള്ളക്കുട്ടി, അതുകൊണ്ട് BJP കൊണ്ട് നടന്നു. പക്ഷേ ഇപ്പോൾ BJP എന്തായാലും ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. ഇന്ന് BJPയുടെ അഖിലേന്ത്യാ ഭാരവാഹി ലിസ്റ്റ് പുറത്തു വരുമ്പോൾ അബ്ദുള്ളക്കുട്ടിയുടെ പേരില്ല. ഇനിയിപ്പോൾ അബ്ദുള്ളക്കുട്ടിക്ക് PDPയിലോ SDPയിലോ ഒക്കെ പോകാം. അതുകൂടെ ആകുമ്പോൾ ആ ശൃംഖല അങ്ങ് പൂർത്തിയാകും. CPM വഴി കോൺഗ്രസ്, പിന്നെ BJP, ഇനി വല്ല PDPയിലോ SDPയിലോ ഒക്കെ പോകാം. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഒക്കെ വോട്ട് പിടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് നേരത്തെ ഒരാൾ BJPയിൽ ചേർന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജോർജ് കുര്യൻ. BJPയെ പാട്ടിലാക്കി കേന്ദ്രമന്ത്രിയൊക്കെ ആയി. BJPക്ക് ഇപ്പോൾ സീറ്റുകളൊക്കെ പിടിച്ചു കൊടുക്കാമെന്ന് BJPക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കേന്ദ്രമന്ത്രിയൊക്കെ ആക്കി. അവസാനം BJP തങ്ങൾക്ക് വേണ്ടി കാഞ്ഞിരപ്പള്ളി പിടിക്കുമെന്നും പറഞ്ഞ് ജോർജ് കുര്യനെ കൊണ്ട് കാഞ്ഞിരപ്പള്ളിയിൽ സീറ്റ് കൊടുത്ത് അവിടെ മത്സരിപ്പിച്ചു. ജോർജ് കുര്യനാകട്ടെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ 3000 വോട്ട് കുറച്ചാണ് പിടിച്ചത്. അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി പിടിച്ചതിനേക്കാൾ 3000 വോട്ട് കുറച്ചാണ് പിടിച്ചത്. പണ്ട് കവി പാടിയതുപോലെ ജോർജ് കുര്യൻ്റെ രാജ്യഭരണം കേവലം 2 വർഷം കൊണ്ട് അവസാനിച്ചു. അതായത് ഇപ്പോൾ ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയത് BJP ഈ കാഞ്ഞിരപ്പള്ളി നിയമസഭാ സീറ്റൊക്കെ കേന്ദ്രമന്ത്രിയെ കൊണ്ട് മത്സരിപ്പിച്ചാൽ വിജയിക്കും, അവിടെ ക്രിസ്ത്യാനികളൊക്കെ വോട്ടിടും എന്ന ഒരു വ്യാമോഹത്തിലായിരുന്നു. പക്ഷേ കേന്ദ്രമന്ത്രി മത്സരിച്ചിട്ടും കാഞ്ഞിരപ്പള്ളിയിൽ 3000 വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ BJPക്ക് കുറഞ്ഞു. അങ്ങനെ ജോർജ് കുര്യനെ BJP ചവിട്ടിത്തള്ളി, അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി പദത്തിൽ നിന്ന് എടുത്തെറിഞ്ഞു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജോർജ് കുര്യൻ്റെ രാജ്യഭാരം വെറും 4 നാഴിക മാത്രമെന്ന്. അതുപോലെ വേറൊരു അച്ചായനം ഇങ്ങനെ BJPയെ പറ്റിച്ചിട്ടുണ്ട്, കോട്ടയത്തു നിന്നുള്ള മറ്റൊരു അച്ചായൻ. അദ്ദേഹത്തിൻ്റെ പേര് അൽഫോൻസ് കണ്ണന്താനം എന്നാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം ഡൽഹിയിലായിരുന്ന സമയത്താണ് BJP അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് നേരെ എറണാകുളം വിമാനത്താവളത്തിൽ പറന്നിറങ്ങി. അതിനുശേഷം നേരെ അദ്ദേഹം തൃശ്ശൂരിലേക്ക് വിട്ടു. ആ തൃശ്ശൂരിൻ്റെ ലോക്സഭാ അതിർത്തിയിൽ അദ്ദേഹം പ്രചരണം തുടങ്ങി. അതായത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് എറണാകുളത്താണ്, പക്ഷേ അദ്ദേഹം നേരെ പോയത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ അതിർത്തിയിലേക്കാണ്. അവിടെ അദ്ദേഹം വോട്ട് പിടിച്ചു. പിന്നെ പത്രക്കാർ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് തൻ്റെ ലോക്സഭാ മണ്ഡലം അല്ലെന്ന്. അത്രമേൽ രാഷ്ട്രീയ അറിവുള്ള ആളുകളെയൊക്കെയാണ് BJP സ്ഥാനാർത്ഥിയാകുന്നത്. ഇത്രത്തോളം മണ്ടന്മാരൊക്കെ BJPക്ക് മാത്രമേ കിട്ടൂ എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എവിടെ നൊപ്പിക്കുന്നതാണോ BJP ഇത്രയും വലിയ മണ്ടന്മാർ? എന്തായാലും കോൺഗ്രസിൻ്റെയും CPMൻ്റെയും രാഷ്ട്രീയ വേസ്റ്റുകളെ തള്ളുവാനുള്ള ഒരു സ്ഥലമായിട്ട് BJP മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ ഈ LDF സ്വതന്ത്രനായി നമ്മുടെ അൽഫോൻസ് കണ്ണന്താനം മത്സരിച്ച് ജയിച്ച് രണ്ടാമതും സീറ്റ് കൊടുക്കുന്നതിനിടയിലാണ് അദ്ദേഹം BJPയിലേക്ക് ചാടിയത്. അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷകളായിരുന്നു. കാരണം BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയാകാം. വളരെ ചെറിയ ടൈമിൽ അദ്ദേഹത്തിന് അത് കഴിയുകയും ചെയ്തു, കേന്ദ്രമന്ത്രിയാകാൻ കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിക്കുന്നതായിട്ടാണ് കണ്ടത്. അദ്ദേഹം പിന്നെ ഒന്നുമല്ലാതായി. ഒരുപക്ഷെ അദ്ദേഹം CPMൽ തുടരുന്നുവെന്നെങ്കിൽ ഇന്നിപ്പോൾ തോമസ് ഐസക്കിനെയൊക്കെ പോലെ വലിയ രീതിയിലേക്ക് എത്തുന്ന ഒരാളായി മാറിയേനെ. ഒരുപക്ഷെ സംസ്ഥാന ധനകാര്യമന്ത്രിയോ അല്ലെങ്കിൽ CPMൻ്റെ വലിയ പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായി മാറുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ അബ്ദുള്ളക്കുട്ടിയല്ല പാളയം ഇമാം BJPയിൽ ചേർന്നാലും, ജോർജ് കുര്യനല്ല ഇനി മെത്രാൻ BJPയിൽ ചേർന്നാലും ഈ മുസ്ലിം സമുദായവും ക്രൈസ്തവ സമുദായവും BJPക്ക് വോട്ടിടുന്നത് മടിക്കും. വേറൊന്നും കൊണ്ടല്ല, അവർക്ക് പേടിയായതുകൊണ്ടാണ്. അല്ലാതെ
വേറൊന്നും കൊണ്ടല്ല, BJP അധികാരത്തിൽ വന്നാൽ ഉത്തരേന്ത്യയിലേതുപോലെ അവർക്ക് കഷ്ടപ്പെടേണ്ടി വരും, അടി കിട്ടേണ്ടി വരും, ബീഫ് കഴിക്കാൻ പറ്റില്ല, അടി കിട്ടും എന്നൊക്കെയുള്ള ധാരണ ഉള്ളത് കൊണ്ടാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ഈ അബ്ദുള്ള കുട്ടിയുടെ കാര്യമെടുത്താൽ 1999 ആദ്യമായി മുല്ലപ്പള്ളിക്കെതിരെ അദ്ദേഹം മത്സരിച്ച് ജയിക്കുമ്പോൾ വെറും 29 വയസ്സായിരുന്നു. അന്ന് അദ്ദേഹത്തെ DYFIക്കാരും CPMകാരൊക്കെ വിളിച്ചത് അത്ഭുത കുട്ടി എന്നായിരുന്നു. അദ്ദേഹം ശരിക്കും അത്ഭുതമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം CPM വഴി കോൺഗ്രസ്സിലെത്തി, പിന്നെ BJPയിലെത്തി, ഇപ്പോൾ BJPയും ഏകദേശം അദ്ദേഹത്തെ വേണ്ടാത്തൊരവസ്ഥയിലെത്തിയിരിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നതനുസരിച്ച് അദ്ദേഹത്തിന് അഖിലേന്ത്യാ പദവികളൊന്നും ലഭിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം SDPയിലോ PDPയിലൊക്കെ പോകുവാനുള്ള ഒരു സംവിധാനം കാണുന്നു, ഒരു സാഹചര്യം കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം ശരിക്കും അത്ഭുതക്കുട്ടിയാണ് എന്ന് തന്നെയാണ് എനിക്ക് പറഞ്ഞു പോകേണ്ടി വരുന്നത്. എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാഷ്ട്രീയത്തിൽ ഈ കാലുമാറ്റക്കാരെയും കൂലുമാറ്റക്കാരെയും ഒന്നും അധികം ജനങ്ങൾ വെച്ച് പുറപ്പിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2-3 പ്രാവശ്യം ഒക്കെ CPM ടിക്കറ്റിൽ MP ആയിരുന്ന ആളാണ് അബ്ദുള്ള കുട്ടി. അതിനുശേഷം അദ്ദേഹം മോഡി പ്രകീർത്തനം ഉണ്ടാകുകയും പിന്നെ CPM പുറത്താക്കുകയും ചെയ്തു. പക്ഷേ കോൺഗ്രസ് മോഡി പ്രകീർത്തനം നടത്തിയിട്ടും എന്തുകൊണ്ടോ അദ്ദേഹത്തെ കോൺഗ്രസിൽ സ്വീകരിച്ചു. അത് K. സുധാകരൻ്റെ ഒരു ഇൻവോൾവ് കൊണ്ടൊക്കെയാണ്. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിൽ മത്സരിച്ചു. കണ്ണൂരിൽ നിന്ന് 2 പ്രാവശ്യം MLA ആയി. ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രാവശ്യം MLA ആയി. പിന്നീട് സരിതാ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുകയും പിന്നെ തലശ്ശേരിയിൽ സീറ്റ് കൊടുക്കുകയും ചെയ്തു. തലശ്ശേരിയിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ കോൺഗ്രസിൽ പിന്നീട് അദ്ദേഹത്തിന് സ്ഥാനങ്ങളൊന്നും കിട്ടില്ല എന്നുറപ്പായി. കാരണം അത്രമേൽ ചില ആരോപണങ്ങളൊക്കെ അദ്ദേഹത്തിന് മേൽ വന്നു. പിന്നെ അദ്ദേഹം BJP ആണ് രക്ഷ എന്ന രീതിയിൽ BJPയിൽ പോയി. അവിടെ അദ്ദേഹം രാജാവിനേക്കാൾ വലിയ രാജഭക്തനായി അവിടെ നിന്നുകൊണ്ട് താൻ പിറന്ന സമുദായത്തിനെതിരേക്ക് വളരെ മോശമായ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി താനൊരു ദേശീയ മുസ്ലിം ആണ് എന്ന് വരുത്തുവാൻ ശ്രമിച്ചു. ദേശീയ മുസ്ലിം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദേശീയ മുസ്ലിം എന്ന് പറയുന്നത് മൗലാന അബുൽ കലാം ആസാദാണ്. അതിനപ്പുറം ദേശീയ മുസ്ലിങ്ങളെ ഒന്നും ആർക്കും അറിയില്ല. പക്ഷേ തൻ്റെ ഒരു സ്ഥാനം ഉറപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഒരു വഞ്ചകൻ്റെ റോൾ എടുത്തണിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഒന്നുമില്ലാതായി രാഷ്ട്രീയ ഭൂമിയിൽ തളർന്നിരിക്കുന്ന അബ്ദുള്ള കുട്ടിക്ക് ആശ്വാസമാകുവാൻ ഇനി PDPയോ SDPയോ ഒക്കെ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ വഴികൾ തേടി രാഷ്ട്രീയത്തിൽ പുതിയ ഉദയങ്ങൾ തേടി യാത്രയാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. എന്തായാലും അബ്ദുള്ള കുട്ടിയെ സംബന്ധിച്ച്, കുര്യനെ സംബന്ധിച്ച്, അൽഫോൺസ് കണ്ണന്താനത്തെ സംബന്ധിച്ചൊക്കെ അവരുടെ രാഷ്ട്രീയ ഭൂമി അല്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അവരുടെ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയൊടുക്കും കൂമ്പടഞ്ഞു പോയി. ഒരുപക്ഷേ രാഷ്ട്രീയത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകുവാൻ കഴിയുന്ന ആളായിരുന്നു അൽഫോൺസ് കണ്ണന്താനവും ഒപ്പം അബ്ദുള്ള കുട്ടിയുമൊക്കെ. ഞാൻ ജോർജ് കുര്യൻ്റെ കാര്യം പറയുന്നില്ല. അദ്ദേഹം കോളേജ് കാലഘട്ടത്തിലെ BJPയിലൂടെ വളർന്നു വന്ന ആളാണ്. അദ്ദേഹം ഒരിക്കലും BJPയിൽ കാലുമാറിയെത്തിയ ആളല്ല. അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ട്. കാരണം പ്രസ്ഥാനത്തോടൊപ്പം അദ്ദേഹം എപ്പോഴും നിന്നു. ഒരുപക്ഷെ രാജഗോപാലിനെയൊക്കെ പോലെയാണ് അദ്ദേഹം BJPയുടെ തളർച്ചയുടെ കാലഘട്ടത്തിൽ BJP ഒന്നുമല്ലാതിരുന്ന സാഹചര്യത്തിലും അദ്ദേഹം BJPയോടൊപ്പം നിന്നു. പക്ഷേ ഈ അൽഫോൺസ് കണ്ണന്താനവും അത്ഭുതക്കുട്ടിയും ഒന്നും അതുപോലെയല്ല. അവർ ഈ അന്നം മോഹിച്ച് അല്ലെങ്കിൽ ഉയർച്ച BJP ഒന്നുമല്ലാതിരുന്ന കാലത്ത് മറ്റു പാർട്ടിയിലായിരിക്കുകയും BJP അധികാരത്തിൻ്റെ ഭാഗമായപ്പോൾ BJPയിലേക്ക് ചേരുകയും ചെയ്ത ആളുകളാണ്. അവർക്ക് അങ്ങനെ സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദയവായി ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുന്നതാണ് എൻ്റെ ചാനൽ നിലനിർത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. തൽക്കാലം ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.